വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിയാത്തതിനോട്, അറിവില്ലാത്തതിനോട് പിൻപറ്റി പോകരുത്, പിന്തുടർന്നു പോകരുത്. ആദ്യമായിട്ട് അറിയാത്ത ഒരുപാട് വിശ്വാസങ്ങൾ അനുകരിച്ചു പോകരുത്. മക്ക മുശ്രിക്കുകളെയും ലോകത്തെല്ലാ മുശ്രിക്കുകളെയും അല്ലാഹു വിലക്കുകയാണ്. ദുർവിശ്വാസങ്ങളുമായി അവര് ബന്ധപ്പെടാനുള്ള കാരണം അവരുടെ ഇച്ഛക്ക് അടിമപ്പെട്ടതാണ്, ഇച്ഛയെ പിന്തുടർന്നതാണ്. സ്വന്തം ഇച്ഛയാണ് അവരോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യണം. ആദ്യമായ വിഷയത്തിന് പിശാച് അവരെ മനസ്സിൽ അത് സംതൃപ്തിയായി അവതരിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, നേരത്തെ എല്ലാവരും ഒരേ തരത്തിലായിരുന്നു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ. എല്ലാവരും ഒരേ ആശയവും ഒരേ കലിമയും ഉച്ചരിച്ചിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇതിന് ചേഞ്ച് വന്നത്? 2 വർഷം മുമ്പുള്ള ഒരു സദസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അവര് വരുന്നതിന്റെ തൊട്ടു മുമ്പായി നല്ല നിലക്ക് ജീവിച്ചിരുന്ന ഒരുപാട് സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വാലിഹീങ്ങളുടെ പേരായിരുന്നു വദ്, സുവാ, യഗൂസ്, യഊഖ് എന്നൊക്കെ. അവരുടെ പേരിൽ ആ നാട്ടുകാര് അവരെ പിൻപറ്റി നല്ല രൂപത്തിൽ ജീവിച്ചു പോവുകയായിരുന്നു. ഇവര് മരണമടഞ്ഞപ്പോൾ, വഫാത്തായപ്പോൾ ആ നാട്ടുകാർക്ക് വലിയ ദുഃഖമുണ്ടായി. ആ ദുഃഖം അവര് സഹിക്കാൻ കഴിയാതെ ചിലപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സംഗമിക്കും. എന്നിട്ട് ആ മഹാരഥന്മാരെ കുറിച്ചുള്ള ജീവിതകാലത്തുള്ള നല്ല വിഷയങ്ങൾ അയവിറക്കും, ഓർമ്മകൾ പങ്കുവെക്കും, അല്പം മനസ്സിന് ആശ്വാസം കിട്ടാൻ. അങ്ങനെയുള്ളൊരു സഭയിലേക്കാണ് ശൈത്താൻ വന്നത്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഹൃദയത്തിനും ശരീരത്തിനുമൊക്കെ അംഗീകാരമുള്ള മഹാന്മാരെ ഇങ്ങനെ ഓർത്തത് കൊണ്ടായില്ല. അവരെ കുറിച്ച് ശരിയായ മഹബത്ത് വേണോ? അവരുടെ രൂപങ്ങൾ വരച്ച് അത് മുന്നിൽ വെച്ച് അവരെ ഓർക്കണം. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് ശരിയാണ്. ആ രൂപങ്ങളൊന്ന് വരച്ചാൽ അവരൊന്നിങ്ങനെ കാണുമ്പോൾ ഒരു നല്ല ഓർമ്മ ഒന്നുകൂടി വരുമല്ലോ. അത് ഓർക്കാനും നമുക്ക് വീണ്ടും വീണ്ടും അവരെ ഓർമ്മ പുതുക്കാനൊക്കെ സഹായമാണ്. അങ്ങനെ ഈ പറയുന്ന ആൾക്കാരെ രൂപഭാവങ്ങളൊക്കെ വരച്ചു. ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ വിശദമായ ചരിത്രം പറയുന്നുണ്ട്. രൂപഭാവങ്ങളൊക്കെ വരച്ച് റെഡിയാക്കി ഇതിങ്ങനെ വെച്ചു. അങ്ങനെ എല്ലാവരും എല്ലാ വൈകുന്നേരവും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ഇങ്ങനെ വരിവരിക്ക് വെച്ച അത് നോക്കിയിട്ട് ഇങ്ങനെ ആ നേതാവ്, ആ ഭാഗത്തുള്ള നേതാവ് വദ് വല്ലാത്തൊരു മനുഷ്യനാട്ടോ. അതൊക്കെ ജീവിതം ആൾക്കാരിങ്ങനെ ഓർക്കും, ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു, അനുഭവങ്ങൾ ഇങ്ങനെ പറയും. കുറച്ചുകൂടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങി ഈ വിഷയത്തിൽ അവർ ഏകദേശമൊക്കെ ഒന്ന് ഇരുപ്പുറപ്പിച്ചു എന്ന് കണ്ടപ്പോഴേക്ക് അടുത്ത വിഷയവുമായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഫോട്ടോ നോക്കിയിരുന്നിട്ട് മാത്രം എന്താ കാര്യം? അവര് നിങ്ങളുടെ നേതാക്കളായി പുണ്യാളന്മാരായി വർത്തിച്ചെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങളിൽ ഇനി അവരെ പോലത്തെ ആളുകളില്ല. അവര് നല്ല പൂർണ്ണരാണ്, സമ്പൂർണരാണ്, തികഞ്ഞവരാണ്. അവരെ നിങ്ങളെ മനസ്സിൽ നിന്നൊരു നിലക്കും വിടാനും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ആ പ്രതിമകൾക്ക് മുന്നിലൊക്കെ തലകുനിച്ചൊന്ന് വണങ്ങണം എന്നൊരു ഉപഭാവം കൊടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പിന്നെ അവരെല്ലാവരും അതിനനുസരിച്ച് പിന്നെ ഓരോരുത്തരും അവരുടെ വീടുകളിൽ, വീട് വളപ്പുകളിൽ, പറമ്പുകളിലൊക്കെ ആ രൂപഭാവങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ അത് പർവ്വതീകരിച്ചു. കല്ലുകളിലായി, മരങ്ങളിലായി, കൊത്തുപണികളിലായി, അതിന്റെ മുകളിൽ സ്വർണം പൂശി, വെള്ളി പൂശി, പലതും പൂശി അങ്ങോട്ട് വികസിച്ചു. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, നേരത്തെ ഒന്നായി. പിന്നെ അവർ വിവിധ രൂപങ്ങളിലേക്ക്, ശിർക്കിലേക്ക് പ്രവേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൽ നിൽക്കുന്നവർക്ക് സുവിശേഷവും അതിനെതിരായി പ്രവർത്തിക്കുന്നവർക്ക് മുന്നറിയിപ്പും നൽകി ഒരുപാട് നബിമാരെ അല്ലാഹു തആല അയച്ചു. കിതാബുകളും ഏടുകളുമായി അവർക്ക് സുവിശേഷ ഗ്രന്ഥങ്ങളും അല്ലാഹു നൽകി. ഇത് സത്യത്തിൽ ആദ്യം അവർക്ക് വന്നത് അവരുടെ ഹവയാണ്. പിന്നെ അതങ്ങനെ തുടർന്നു വന്നു.
ആ ഘട്ടങ്ങളൊക്കെ അമ്പിയാക്കൾ ഓരോ കാലത്തും ചേഞ്ച് വരുത്തി തൗഹീദ് പഠിപ്പിച്ച് നല്ലോണം പഠിപ്പിച്ച് അവസാനിപ്പിച്ചു. എന്നാലും മനുഷ്യന്മാർ കുറെ ആൾക്കാര് പിന്നെയും ഹവയുടെ പിന്നാലെ പോകും. നമുക്കറിയാമല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം എല്ലാവിധ തൗഹീദിന്റെ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്ത് നല്ലോണം അള്ളാഹുൽ വിശ്വസിച്ച് മൂസാ നബിയെ വിശ്വസിച്ചൊരു ടീമേറ്റ് ഇങ്ങനെ പോകുമ്പോ അപ്പൊ ആ കൂട്ടര് കണ്ടു ഒരു ഭാഗത്ത് കുറെ ആളുകള് വിവിധ ഇലാഹുകളുമായി കഴിഞ്ഞുകൂടി അവർ ആരാധന നടത്തുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ നോക്കുക ആൾക്കാരുടെ അവസ്ഥ. അതാണ് ഹവ എന്ന് പറഞ്ഞ ഇച്ഛ. ഇച്ഛക്ക് അടിമപ്പെട്ടത് മാറാൻ കുറെ പണിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോടാണ് അവർ പറയുന്നത്, ഞങ്ങൾക്കും ഇതുപോലെ കുറെ ഇലാഹുകൾ ഉണ്ടാക്കി തരണം. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ എന്നാണ്, ജാഹിലൂൻ അല്ല, കുറച്ചുകൂടി കടുപ്പത്തിലാണ്. ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, വിവരക്കേട് വളമ്പുന്ന ഒരു സമൂഹം. അഗൈറല്ലാഹി അബ്ഗീകും ഇലാഹൻ വഹുവ ഫളലകും അലൽ ആലമീൻ. അല്ലാഹു ഇത്രയും മഹത്വവും ശ്രേഷ്ഠതയും ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ട് ഇനി നിങ്ങൾക്ക് വേറൊരു ഇലാഹിനെ ഞാൻ ആവശ്യപ്പെട്ടുണ്ടാക്കി തരണമെന്നോ? എന്താ നിങ്ങൾ പറയുന്നത്? അപ്പൊ നോക്ക്, അത്രയും ദൃഷ്ടാന്തങ്ങൾ മൂസാ നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്തിട്ടും ആളുകൾ പിന്നെയും ചോദിക്കുന്നത് അവരെ ഹവക്കനുസരിച്ചുള്ള ഒന്നാണ്, ഒരു ഇലാഹിനെ വേണം. അപ്പൊ എന്താ മനുഷ്യന്മാരുടെ അവസ്ഥ? അങ്ങനെയാണ് ഓരോ കാലത്തും പിന്നീട് അങ്ങനെ മാറി മാറി വന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേറ്റവും നല്ല പാഠങ്ങളാണ് മക്ക മുശ്രിക്കുകളോടും ലോകത്തുള്ള എല്ലാ ആളുകളോടും ഉപദേശിച്ചത്. ഈ അന്ധവിശ്വാസങ്ങൾക്ക് ആധാരമില്ല, അറിവില്ല, ശരിയായ അറിവ് പറയാനുമില്ല, അവലംബമില്ല. അതിനുള്ളത് കാര്യമായി സ്വേച്ഛതയോട് പിൻപറ്റിയതാണ്. ഊഹാപോഹങ്ങളാണ്, പലരും പലതും ചിത്രീകരിച്ചുണ്ടാക്കിയതാണ്. ചില കാര്യങ്ങൾ അവർ നിഷിദ്ധമായും ചിലത് അനുവദനീയമായും ഒക്കെ പ്രഖ്യാപിച്ചു അവർക്ക് തോന്നിയത്. അതുകൊണ്ടുണ്ടായതാണ്. അവിടൊക്കെ പറയുന്ന വിഷയമാണ് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ശരിയായ നിലക്ക് അറിവില്ലാത്തതിനോട് പിന്തുടർന്നു പോകരുത്. പിന്നെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒട്ടേറെ തഫ്സീറുകളുണ്ട് ഈ ആയത്തിന്. ലാ തശ്ഹദ് ഇല്ലാ ബിമാ റഅതുഹു ഐനാക. നിന്റെ കണ്ണ് കണ്ടതിനല്ലാതെ നീ സാക്ഷി നിൽക്കരുത്. നമ്മളോട് കള്ളസാക്ഷിത്വം അധികരിച്ച കാലമാണ്. ആളുകൾ പോയി കൊടുത്താൽ മതി, വേണ്ടത് അവർക്ക് ആളുകൾ നൽകും. കണ്ടു എന്ന് നീ പറഞ്ഞാൽ മതി, നീ ആ വിഷയത്തിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞാൽ മതി, ഒപ്പിട്ട് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നിനക്ക് വേണ്ടത് തരാം. നിന്റെ കണ്ണ് കണ്ടതിനല്ലാതെ നീ സാക്ഷി പറയരുത്. വസമിഅതുഹു ഉദ്നാക. നിന്റെ കാതുകൾ കേട്ടതിനല്ലാതെ സാക്ഷി പറയരുത്. വവഅഹു ഖൽബുക. നിന്റെ മനസ്സ് ഹൃദിസ്ഥമാക്കിയതല്ലാതെ നീ പറയരുത്. ഇത് മൂന്നും നീ അറിയാത്തത് പറയുന്ന വിഷയത്തിൽപ്പെട്ടതാണ്. അതെ, ഇവിടെ തന്നെ കാണാം അന്നഹിയു അനിൽ ഖദ്ഫി. ഏതെങ്കിലും ആളുകൾ നാട്ടിലേതെങ്കിലും ആണിനെയും പെണ്ണിനെയും ചേർത്ത് എന്തെങ്കിലും ഒരു ഖദ്ഫിന്റെ വ്യഭിചാരാരോപണത്തിന്റെ കഥ പറയുന്നെങ്കിൽ അതിന്റെ പിന്നാലെ പോകരുത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വാർത്തയിൽ അങ്ങനെ വന്നിരുന്നു, ചാനലിൽ ഇങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കേട്ടോ? തള്ളിക്കോളും, പറയണ്ട, ആരോടും പറയണ്ട. പറഞ്ഞാൽ നിങ്ങളത് രൂപപ്പെടുത്തിയാൽ നിങ്ങൾ അതൊന്നും അവലംബിക്കാൻ പറ്റിയതല്ല. തിരുത്തൽ എത്ര വന്നിട്ടുണ്ട്, എത്ര തിരുത്തിയിട്ടുണ്ട്, ഇപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പറയാനുള്ളതല്ല. നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അഊദു ബില്ലാഹ്. നമ്മൾ പറയണ്ട, കാരണം നമ്മൾ ദൃസാക്ഷികളായിട്ടില്ല. പറയാൻ പോകണ്ട, ആരോടും പറയണ്ട, ഒരാളോടും പറയണ്ട. എന്നാ സത്യത്തിൽ അങ്ങനെ നീ കണ്ടു എങ്കിൽ തന്നെ പറയണമെങ്കിൽ എത്ര ആള് വേണം കൂടെ? സത്യത്തിൽ ഒരു വേശ്യാവൃത്തിലാണും പെണ്ണും നടത്തുന്നത് കണ്ടാൽ തന്നെ കോടതിയിൽ നിനക്ക് ആ വിഷയം പറയണമെങ്കിൽ, നിനക്കവർക്ക് ശിക്ഷ കിട്ടാൻ ആ വിഷയം പറയണമെങ്കിൽ നീ ഒറ്റക്ക് പോരാ.
ഒറ്റക്ക് പോരെ സഹോദരങ്ങളെ. വിശുദ്ധ ഇസ്ലാം അതിന്റെ കാഠിന്യമല്ലേ സൂചിപ്പിച്ചത്. ഒറ്റക്ക് അങ്ങനെ നീ വന്നു പറഞ്ഞാൽ നിനക്ക് പ്രതികരണമായി അടിയാണ് കിട്ടുന്നത്. നിനക്ക് സാക്ഷികൾ 4 കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫജ്രിദൂഹും 80 ജൽദ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ വഉലൈക ഹുമുൽ ഫാസിഖൂൻ. 80 അടി അടിക്കണം. പറഞ്ഞു പോകരുത്, വലിയ ശിക്ഷയാണ്. എന്നാ നിനക്ക് അവരെ ഉപദേശിക്കാമോ? നിനക്ക് മാന്യമായി ഉപദേശിക്കാം. കാര്യങ്ങളൊക്കെ നീ ഉപദേശത്തിലൂടെ പറഞ്ഞു കൊടുക്കാം. മറ്റൊരാളോട് പറയാനോ പറയാൻ പഴുതില്ല. എന്താ വിഷയം അങ്ങനെ വെച്ചത്? നിനക്ക് ശരിയായ വിഷയത്തെപ്പറ്റി അറിയൂലേ? പക്ഷേ അറിവ് ആ വിഷയത്തെപ്പറ്റി പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയാൻ നിനക്കൊരറിവാകണമെങ്കിൽ ആള് പോരാ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാമിൽ ലിആൻ എന്ന് പറയുന്നൊരു നിയമം വന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ളൊരു വിഷയമാണല്ലോ സഹോദരങ്ങളെ ലിആൻ. സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട പ്രഗൽഭനായ സ്വഹാബി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിട്ടേ ഉള്ളൂ, എന്റെ ഭാര്യന്റെ കൂടെ മറ്റൊരു പുരുഷനെ ഞാൻ കണ്ടാൽ അവനെ വെറുതെ വിട്ടേക്കണമെന്നോ അവനെ ഒന്നും ചെയ്യാതെ വിടണമെന്നോ എനിക്കതിന് സാധിക്കൂല എന്നൊരു ഗൗരവത്തോടെ പറഞ്ഞപ്പോഴേക്ക് ആ കുടുംബത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു സഹാബി വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുമ്പോൾ എന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ ഞാൻ കണ്ടു അവിഹിത വീഴ്ച നടത്തുന്നത്. സഹോദരങ്ങളെ, ആ വിവാഹിതയായ പെണ്ണിനെ ശിക്ഷ നടത്തണമെങ്കിൽ ഒന്നുകില്ല സഹോദരി സമ്മതിക്കണം, അല്ലെങ്കിൽ 4 സാക്ഷി വേണം. 4 സാക്ഷിയില്ല. എന്നാ കണ്ടത് കണ്ടിട്ടില്ല എന്ന് പറയാൻ ഒഴിവുണ്ടോ? ഒഴിവില്ല. അപ്പൊ കണ്ട ആള് കണ്ടു എന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് പെണ്ണ് പറയുന്നത് കളവാണെന്ന് 4 പ്രാവശ്യം പറഞ്ഞ്, ഞാൻ പറയുന്നത് സത്യമാണ്, ഞാൻ ഇപ്പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് എനിക്കുണ്ടാകട്ടെ എന്നും പറഞ്ഞ് പെണ്ണും അതുപോലെ 4 പ്രാവശ്യം സാക്ഷി വിസ്താരം പറഞ്ഞ് 5ാമതായി ഞാൻ പറയുന്നത് കളവാണെങ്കിൽ അള്ളാഹുവിന്റെ ലാനത്ത് ഖളബ് എനിക്കുണ്ടാകട്ടെ എന്നും പറഞ്ഞ് പിന്നെ അവര് തമ്മിൽ വേർപിരിയുകയാണ്. ഖിയാമത്ത് നാൾ വരെ പിന്നെ ഒരുമിച്ച് കൂടൂല. എന്നേക്കുമായി വേർപിരിക്കുന്ന ഈ ഒരു സംഗതി ഇറങ്ങിയത് വിഷയത്തിൽ ആള് പോരാഞ്ഞിട്ടാണ്. അപ്പ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ 4 ആളെ കിട്ടുന്നത് വരെ 4 ആളെ പിടിച്ചു വരുന്നവരെ ആള് ബാക്കിക്കോ? ആള് പോകൂലേ? എന്നാ കണ്ട ആൾക്ക് കണ്ടിട്ടില്ല എന്ന് പറയാൻ കഴിയോ? പക്ഷെ അത് മതിയോ? പോരാ. ആ സ്വഹാബി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ നേര് പറയണം, നിങ്ങൾക്ക് ഹദ്ദടിക്കും. ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഹദ്ദൊന്നും കിട്ടൂല, ഞാൻ കണ്ടത് തന്നെ. നിങ്ങൾ നേര് പറയണം, ഭാര്യനെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറയരുത്. ഞാൻ കണ്ടതന്നെ നബിയെ, ഓപ്പണായി കണ്ടതാണ്, ഒരിക്കലും എന്നെ ഹദ്ദടിക്കൂല, ആ വിഷയത്തിൽ എനിക്കൊരു ഹദ്ദും വരൂല, ഇത്രയും സത്യം ഞാൻ പറയുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല ലിആന്റെ ആയത്ത് ഇറക്കുന്നത്. അത് ആ സ്വഹാബിക്ക് ഹദ്ദ് കിട്ടാതെ മാനക്കേടാകാതെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിരുന്നു. പിന്നെ അത്തരത്തിലൊരു പെണ്ണിന്റെ കൂടെ ജീവിക്കാനും സുഖം ഉണ്ടാവൂലല്ലോ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണേ, എവിടുന്നെങ്കിലും ഒരു വാർത്ത കിട്ടുമ്പോഴേ അത് വെച്ചങ്ങൾ കാച്ചണ്ട, ബട്ടൺ അമർത്തിയിട്ട് വേഗം അയച്ചു കൊടുക്കണ്ട, നല്ലോണം ആലോചിക്കണം, 100 വട്ടം 1000 വട്ടം ചിന്തിക്കണം. ഈ അയക്കുന്നത് ശരിയാണോ അല്ലേ? ആരോട് ദേഷ്യം ഉണ്ടായാലും ശരി, ദേഷ്യം ഇല്ലെങ്കിലും ശരി, നിങ്ങളെ അനുകൂലിയാണെങ്കിൽ ശരി, പ്രതികൂലിയാണെങ്കിൽ ശരി, നിങ്ങളെ കളറിലുള്ള പ്രവർത്തകനാണെങ്കിൽ ശരി, അല്ലാത്ത ആളാണെങ്കിൽ ശരി, ബട്ടൺ അമർത്തുമ്പോഴൊക്കെ ചിന്തിക്കണം, ഈ വന്ന മെസ്സേജ് ഞാനിങ്ങ് കൈമാറുമ്പോൾ 1000കണക്കിന് 10000കണക്കിന് ആളുകളിലേക്ക് ഞാൻ പകർത്തിവിടുന്നത് ഒരു ഖദ്ഫാണെങ്കിൽ എനിക്കുള്ള ശിക്ഷ ഒരാളുടേത് കൂട്ടി നോക്കുമ്പോൾ ഇത്രയാണെങ്കിൽ 1000 ആളുടേത് എത്ര ഉണ്ടാവും? 10000 ആളുടേത് എത്രയുണ്ടാവും? അവരോടൊക്കെ നീയാണ് ഇത് കാണിച്ചു കൊടുത്തത്, പറഞ്ഞു കൊടുത്തത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീറിന്റെ ഉടനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു,
ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കള്ളം പറഞ്ഞ് ആരോപിക്കുന്ന സ്വഭാവം ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്ക് പതിവുണ്ടായിരുന്നു. പരിഹസിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഓരോ വിഷയങ്ങൾ അവർ പറയും. എന്നിട്ട് അതിനവർ പാട്ടുണ്ടാക്കും. ഏതെങ്കിലും ഒരു ആണിനെ പെണ്ണിനോടും പെണ്ണിനാണിനോടും ചേർത്ത് പാട്ട് പാടിയിട്ട് ഒരുപക്ഷെ ഭർത്താവിനെ വഷളാക്കും, അല്ലെങ്കിൽ ഭാര്യയെ വഷളാക്കും, അല്ലെങ്കിൽ ആ കുടുംബത്തെ മൊത്തം മാനക്കേടിലാക്കും. ഇങ്ങനൊരു പതിവുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതും ഉൾപ്പെടുത്തിയിട്ടാ പറഞ്ഞത്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നിങ്ങളൊന്ന് പോയി നോക്കൂ, മറിച്ചു നോക്കൂ. ഇമാം നബവി തങ്ങൾ റിയാദുസ് സ്വാലിഹീൻ ഈ ഒരൊറ്റ ആയത്ത് എത്ര കുറ്റങ്ങൾ ചെയ്യരുത് എന്നുള്ളതിനാ തെളിവാക്കിയത്. 1 നും 2 നും 3 നും 4 നും 5 നും അക്രമമാണ്, അക്രമം ചെയ്യരുത്. അറിവില്ലാത്തതാണല്ലോ കളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അറിവില്ലാത്ത വിഷയല്ലേ പൊള്ളു പറയുന്നത്. അറിവുള്ളതാണെങ്കിൽ അത് സിദ്ഖായിരിക്കും, സത്യമായിരിക്കും. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. കളവ് പറയരുത്. സമീതു, നീ കേട്ടു എന്ന് പറയും, പക്ഷേ നീ കേട്ടിട്ടില്ല. കണ്ടു എന്ന് പറയും, നീ കണ്ടിട്ടില്ല. അറിഞ്ഞു എന്ന് പറയും, നീ അറിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു വാക്ക് നീ പറയരുത്. വലാ തഖഫു, ഗീബത്ത് പറയരുത് എന്നതിനും തെളിവ് ആയത്താണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. മറ്റൊരാളെ കുറിച്ച് നീ പറയുന്ന വിഷയം നിനക്ക് യാതൊരു പിടിപാടുമില്ലാത്തതാകട്ടെ, അയാൾക്ക് ഒരു നിലക്കും അത് യോജിക്കാത്ത വിഷയമാണ് നീ പറയുന്നത്. എന്നാൽ നീ പറയുന്നതിന്റെ പുറമെ കളവിന്റെ പുറമൊരു ഗീബത്തും കൂടിയുണ്ട്. അതും ഒരിക്കലും നിനക്ക് യോജിച്ച വിഷയമല്ല. ഈ തഫ്സീറൊക്കെ പറഞ്ഞിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൽ ലഫ്ള അമ്മുൻ യതനാവലുൽ കുല്ല. ഈ വിശദീകരണങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന വിഷയമാണ്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിവില്ലാത്തൊരു വിഷയവും നീ പറയരുത്. ഇവിടെ ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നൊരു തഫ്സീറുണ്ട്. അതെന്താണെന്നറിയോ സഹോദരങ്ങളെ? ലാ തദുമ്മ അഹദൻ ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ. അത് ശരിക്കും ശ്രദ്ധിക്കണം. അറിയുന്നൊരു കാര്യം ഒരാൾ പറഞ്ഞു തന്നു, അപ്പൊ നീ കുറച്ചുകൂടി അറിവാളനായിട്ട് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാനും കുറെയൊക്കെ പഠിച്ചു, നിങ്ങൾക്ക് ഇവിടുന്നത് കിട്ടി. വലാ തദുമ്മ അഹദൻ, ഒരാളെയും നീ ഇകഴ്ത്തരുത്. ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് അറിവില്ല അത്തരത്തിലൊരു വിഷയം കൊണ്ട്. അറിയാത്തൊരാൾ പറഞ്ഞു തരാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഓടാ അവിടുന്ന്. ആരെന്നോട് പറഞ്ഞു? എനിക്കും കുറെയൊക്കെ അറിയാം. അതാ അതും ഈ പറഞ്ഞു പെട്ടു. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിവാണോ പറഞ്ഞെന്നത്? സമ്മതിക്കാനുള്ള മനസ്സുമാണ്. അവനെ ആക്ഷേപിക്കുക ചെയ്യുന്നത്, അതുണ്ടാകരുത്. അറിവുള്ള ഒരാൾ ഒരു വിഷയം പറഞ്ഞു തരാൻ, അപ്പൊ നീ അത് അംഗീകരിക്കണം. അവനെ ഇകഴ്ത്തരുത്. വലാ തത്ബഉ മാ ലാ തഅലമു വലാ യഅനീക. അറിയേണ്ടതില്ലാത്തതിന്റെ പിന്നാലെ പോകരുത്. നമുക്കറിയില്ല, ആവശ്യമില്ല, എന്തിനാലും പിന്നാലെ പോകും. ആൾക്കാരൊന്നും അതിന്റെ പിന്നാലല്ലേ? അറിയേണ്ട ആവശ്യം നിങ്ങൾക്ക്? ഒരാവശ്യമില്ല, പിന്നെന്തിനാലും പിന്നാലെ പോണ്? പിന്നെന്തിനാ പിന്നെയും 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 പിന്നെ ആ വിഷയം ചോദിക്കുന്നത്? എന്തിനാ? നിങ്ങൾക്കത് അറിയേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല, പിന്നെന്തിനാലും പിന്നാലെ പോകുന്നത്? അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ഒരു സഹോദരിയെ കണ്ടു. ഹജ്ജിന് പോയ സമയത്ത് ആ പെണ്ണ് എവിടെ ഒറ്റപ്പെട്ടു പോയി, വഴിവിട്ടു പോയതാണ്. വഴിതെറ്റിപ്പോകുന്നല്ലോ പലരും. അങ്ങനെ ഞാൻ പോകുമ്പോൾ ഒരു കറുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ വാഹനേറ്റ് അടുത്തെത്തി നോക്കുമ്പോൾ ഒരു പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായി. ശരീരത്തിന്റെ രൂപം കണ്ടപ്പോൾ, കോലം കണ്ടപ്പോൾ, മുഖമൊന്നും കാണുന്നില്ല, മറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പെണ്ണിനോട് വല്ല സഹായം വേണമെന്ന് ചോദിച്ചപ്പോ, സഹായിച്ചാൽ അല്ലാഹു തആല നിങ്ങളെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിൽ ആയത്ത് ഓതി. സഹായിച്ചാൽ, എന്നെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. പിന്നെ നിങ്ങൾ എന്താ അവിടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വഴി തെറ്റിപ്പോയതാണെന്നുള്ള അർത്ഥത്തിൽ ഒമൻ യുദ്ലില്ലാഹു ഫലാ ഹാദിയ ലഹു. വഴി തെറ്റിയാൽ പിന്നെ വഴി കാണിച്ചു തരുന്ന ആൾ അല്ലാഹു തആല അല്ലാതെ ആരും ഇല്ലല്ലോ എന്ന ആയത്ത്. അപ്പൊ മഹാനവർക്ക് മനസ്സിലായത് തെറ്റിപ്പോയതാണ്. കാരണം ആ സൂചനയുള്ള ആയത്തൊക്കെ ഓതുന്നത്. അങ്ങനെ വാഹനം നിർത്തിക്കൊടുത്തു. ഒരു ഭാഗത്ത് നിർത്തി. ഈ സഹോദരി വാഹനത്തിൽ കയറി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ച് മുന്നിലുണ്ട്. കൂടാരത്തിൽ ഈ സഹോദരി ഇരുത്തിയിട്ടുണ്ട്. ഒരു പ്രായമുണ്ട്, കുറച്ച് പ്രായമുണ്ട്, ഈ ഉമ്മാനെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു.
നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നാട്ടുകാരിയാണ്, ഏത് കുടുംബാണ് എന്നുള്ള വിഷയം ചോദിച്ചപ്പോഴേക്ക് ആയത്ത് വന്നു. എന്ത്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അറിയേണ്ട ആവശ്യമില്ലാത്തത് ചോദിക്കണ്ടാന്ന്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയം ഞാൻ ആയത്തോതി പറഞ്ഞു. ഞാൻ വഴിതെറ്റിയ ആളാണ്, എവിടെയാണ് നിങ്ങളെ എവിടെ കൊണ്ടുവിടേണ്ടത്? അപ്പൊ കൊണ്ടുവിടേണ്ട സ്ഥലം പറഞ്ഞു കൊടുത്തു. എവിടുന്നാ വന്നതൊന്നും എവിടുന്നാ പോയതൊന്നും. എങ്ങനെയാ ഒതുക്കി കൊടുത്തത്? മിനൽ മസ്ജിദുൽ ഹറാം മിനൽ മസ്ജിദുൽ അഖ്സ. ഇവിടെ വന്നത് പോണ്ട അങ്ങോട്ടാണ്. അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇടയിലൊരു ചോദ്യം ചോദിച്ചതാണ്, നിങ്ങളെ നാട് ഏതാണ്, കുടുംബം ഏതാണ്? നിങ്ങളുടെ വർത്താനത്തിൽ സാധാരണ ചോദിക്കുമല്ലോ. ഒരൊറ്റ ഉത്തരം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി, എന്താണ് ഈ പെണ്ണ് പറയുന്നത്? പിന്നെ ഞാൻ ചോദിച്ചു, ഭർത്താവ് ഉണ്ടോന്ന്. അങ്ങനെ ചോദിക്കുമല്ലോ, സ്വാഭാവിക ചോദ്യം ചോദിക്കുമല്ലോ. അപ്പോഴേക്ക് വന്നു, ലാ തസ്അലു അൻ അശ്യാ ഇൻ തുബ്ദ ലക്കും തസൂക്കും. ആവശ്യമില്ലാത്ത ചോദിക്കരുത്, കേട്ട ഒരു പക്ഷെ നിങ്ങൾക്ക് വിഷമാകും. പിന്നെന്തിനാ ചോദിക്കുന്നത്? വല്ലാത്തൊരു സംഭവം തന്നെ. അങ്ങനെ ആ ഒരു കാഫിലക്കൂട്ടത്തെ കണ്ടപ്പോ ആ പെണ്ണ് ചോദിച്ചു, പെണ്ണിനോട് മഹാനവറുകൾ ചോദിച്ചു, ആ കൂട്ടത്തിൽ നിങ്ങൾ ആളെങ്കിലും ഉണ്ടോ? അപ്പൊ ആ കൂട്ടത്തിലുള്ള ആ കൂട്ടത്തിൽ ആളുകളുണ്ട് എന്നതും ആരെ വിളിക്കണ്ടെന്ന് ചോദിച്ചപ്പോ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അപ്പൊ മനസ്സിലായ ഒരു മകന്റെ പേര് ഇബ്രാഹിം എന്നാണ്. പിന്നെ ആരെ വിളിക്കണ്ട്? യാഹ്യ ഖുദിൽ കിതാബി ഖുവ. മനസ്സിലായി, വിളിക്കേണ്ടത് ഒന്ന് യഹ്യ എന്നാണ്. ആ പേരെടുത്ത് വിളിച്ചു നോക്കുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓടി വന്നു 3 ചെറുപ്പക്കാർ. മഹാനവറുകൾ അത്ഭുതത്തോടെ, ഈ മഹാനവറുകൾ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഇവിടെ കൊണ്ടുവന്ന് വിട്ടതിന് ഇനി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണം, സഹായം ചെയ്തതല്ലേ, അതിന് ഈ ഉമ്മ അവർക്ക് ഓതിക്കൊടുത്തു. എന്താ ഓതിക്കൊടുത്തത്? ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീന ഫൽയൻദുർ അയ്യുഹാ അസ്കാ തുആമൻ ഫൽയതികും ബിറിസ്ഖിൻ മിൻ. കുറച്ച് കാശ് കൊടുത്ത് ആരെങ്കിലും പോയിട്ട് ഭക്ഷണം വാങ്ങിട്ട് വരട്ടെ, ഈ അതിഥിക്ക് കൊടുക്കാൻ. അൽ-കഹ്ഫിൽ ആയത്തെടുത്ത് ഓതി. കുട്ടികൾക്ക് വേഗം കേട്ട ഉടനെ മനസ്സിലായി. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ മഹാനവറുകൾ, ഭക്ഷണം അവിടെ നിൽക്കട്ടെ, എനിക്കിതിന്റെ കാര്യം തിരിയണം എന്താണ്. കാരണം ഞാൻ ഈ ഒരു രൂപത്തിൽ വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയ ഒരു സഹോദരിയുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇടപഴകിയിട്ടില്ല. ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഞാൻ ഇടയ്ക്ക് നമ്മൾ ഒട്ടകത്തിൽ ഇങ്ങനെ പോകുകയല്ലേ, പോകുന്ന സമയത്ത് ഒട്ടകത്തെ തെളിക്കുന്ന ശബ്ദം കുറച്ച് കൂടിപ്പോയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, വഗ്ളുൽ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഞാൻ പേടിച്ചുപോയി. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഈ ഉപദേശം കേട്ട് ഞാൻ പേടിച്ചുപോയി. സൗണ്ട് ഞാൻ കുറച്ചു. പിന്നെ ഞാൻ ഒട്ടകത്തിന് മേലെ പോകല്ലേ, ഒരു ഹരത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പാട്ട് പാടി. സ്വാഭാവികമാണ് ഒരു പാട്ടിങ്ങനെ പാടുമല്ലോ, അത് അറബികളൊക്കെ പാടും. പാട്ട് പാടിയപ്പോഴേക്ക് എന്നോട് പറഞ്ഞു, ഫഖ്റഊ ബിമാ തയസ്സറ മിനൽ ഖുർആൻ. പാട്ടല്ല പാടേണ്ടത്, ഖുർആൻ ഓതേണ്ടത്. ഇങ്ങനെയുണ്ട് ഒരു സഹോദരി. അപ്പൊ ആ മക്കള് പറഞ്ഞു, ഹാദിഹി ഉമ്മുന, ഇത് ഞങ്ങളെ ഉമ്മയാണ്. 40 വർഷമായിട്ട് ഖുർആൻ അല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ല. വഴിതെറ്റിപ്പോകും, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകും, ഏതെങ്കിലും വാക്ക് മാറിപ്പോകും എന്നൊരു പേടി കാരണം 40 കൊല്ലമായി ഖുർആൻ അല്ലാതെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ എന്ത് ചോദിച്ചാലും ആയത്തും കൊണ്ട് ഓതിത്തരും. അങ്ങനെ ഒരു സംഭവം ഖുർആനുമായി ബന്ധപ്പെട്ട് കിട്ടും, കിട്ടും. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖുർആൻ മറിച്ചു നോക്കിയാൽ എൻ്റെ ചാട്ടവാർ എവിടെ വീണുപോയതെന്ന് ഞാൻ കണ്ടു കാണുമെന്ന് അറിയില്ലേ. ഞാൻ ഖുർആൻ അങ്ങനെ മറിച്ചു നോക്കി അങ്ങനെ ചാട്ടവാർ കാണുന്നത്, നോക്കേണ്ടവരെ നോക്കിയാൽ കാണും. ഓതേണ്ടതുപോലെ നോക്കിയാലും പഠിക്കേണ്ടതുപോലെ പഠിച്ചാലും കാണും. സഹോദരങ്ങളെ, ആ സഹോദരി പറഞ്ഞൊരു മറുപടി, ഇതേ മറുപടി പലരും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ കണ്ടപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോനെ പേരെന്താണ്? നമ്മൾ ചോദിക്കൂലേ പേരെന്താണ്? കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട്. അപ്പോൾ മഹാനവറുകൾ ചിന്തിച്ച് തീരുമാനിച്ചുറപ്പിച്ചു, ഇനി ആവശ്യമില്ലാതെ ഒരാളോടൊന്നും ചോദിക്കൂല.
നമുക്കായത്ത് വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, അറിയേണ്ടതില്ലാത്ത, അന്വേഷിക്കേണ്ടതില്ലാത്ത, ഉദ്ദേശിക്കേണ്ടതില്ലാത്ത വിഷയത്തിന്റെ പിന്നാലെ പോകരുത്. അത് ചൊറിഞ്ഞു മാന്തിയിട്ട് എന്തായി അന്വേഷിക്കരുത്. ആ ഒരു വിഷയം ജനങ്ങളൊക്കെ അവസാനിപ്പിച്ചതാണോ, നിങ്ങളും വിട്ടേക്കണം. ഈ സഹോദരങ്ങളെ, ഈ വിഷയങ്ങൾ നിങ്ങൾ നോക്ക്. ഇത് വല്ലാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, അറിയേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചിടത്ത് ഹാഫിദ് ഇബ്നു കസീർ പറഞ്ഞു, കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയരുത്, അത് വലിയ ശിക്ഷയാണ്. കാണാത്ത സ്വപ്നം കണ്ടു എന്ന് ചിത്രീകരിച്ച് പറയരുത്. മൻ തഹല്ലമ ഹുൽമൻ കുല്ലിഫ യൗമൽ ഖിയാമത്തി അൻ യഅഖിദ ബൈന ശഈറതൈനി വലൈസ ബിആഖിദിൻ. കാണാത്ത ഒരു സ്വപ്നം സ്വപ്നമാക്കി പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ അവനോട് നിർബന്ധിക്കപ്പെടും. രണ്ട് മുടിനാരകൾ തമ്മിലൊന്ന് കൂട്ടിക്കെട്ടാൻ അവനോട് പറയും. കെട്ടാൻ അവന് കഴിയൂല. രണ്ടൊന്നും ഒരുമിച്ച് ചേർക്ക്. എങ്ങനെ ചേർക്കാൻ കഴിയാനാണ്? കാണാത്തതല്ലേ പറഞ്ഞത്. അതുകൊണ്ടാണ് കണ്ണ് കാണാത്തത് പറയുന്നത്. കണ്ണിൽ കാണാത്തത് പറയുന്നത് വലിയ വിഷയമാണ്. നമ്മൾ കരുതിയിട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും അതും പറയാൻ പറ്റൂല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ. നമ്മളെ ചിത്രീകരണത്തിൽ, ഊഹത്തിൽ വന്നത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അതിനും തെളിവിതാണ്. ഞാൻ അങ്ങനെയാണ് അയാളെ മനസ്സിലാക്കുന്നത്. എങ്ങനെ മനസ്സിലാക്കി? എങ്ങനെ നിങ്ങൾക്ക് തെളിവ് കിട്ടി? എങ്ങനെ നിങ്ങൾക്ക് അറിവ് കിട്ടി? എങ്ങനെ നിങ്ങൾ പറഞ്ഞു? അല്ലേ? ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വഹാബിമാരിൽ ബദരീങ്ങളിൽപ്പെട്ടൊരു മഹാനാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസുബ്ബു ഖബറ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. ഞങ്ങളിൽ ഹൈ ജമ്പ് അറിയുന്ന ആള് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കടക്കാൻ കഴിയുന്ന ആളാണ്. അവിടെ ചാട്ട മത്സരം നടത്തലെന്നല്ല, അത്രയും ഉയരണ്ട മഖ്ബർക്ക്. അത്രയും ഉയരണ്ട, നല്ല കെട്ടിപ്പൊക്കിയ ഖബറാണ് എന്നർത്ഥം. ഇത്രയും വലിയ മഹത്വമുള്ള ബദരീങ്ങളിൽപ്പെട്ട മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു താമസിച്ചിരുന്നത് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. മഹദി പറഞ്ഞു, ഇത്രക്ക് ആത്മീയമായ ഭാവങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം കണ്ടിട്ടില്ല. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹുവിന്റെ ജീവിതം പകല് സമയത്ത് ഇടവിട്ട് നോമ്പാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴൊക്കെ പറയും നോമ്പാണ്, നാളെ ആക്കാന്ന് പറയും. അങ്ങനെയുള്ള സുന്നത്ത് നോമ്പുകളിൽ സജീവം. രാത്രിയാണെങ്കിൽ കുറഞ്ഞ നേരം ഉറങ്ങി, ബാക്കിയുള്ള ടൈം മുഴുവനും നിസ്കാരം. ഇബാദത്തിന് വേണ്ടി വിവാഹം ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ച മഹാനാണ് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. വിവാഹം ചെയ്യാതെ അവരെങ്ങല്ലാതെ ഇബാദത്തിലേക്കും നിൽക്കട്ടെ, തങ്ങളതിന് സമ്മതം കൊടുത്തില്ല. ഇബാദത്തിന് വേണ്ടി വന്യങ്കരണം നടത്താൻ സമ്മതം ചോദിച്ചു. പറ്റൂല എന്നോ, എന്റെ മാതൃകയാണ് വിവാഹം, അത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഇബാദത്തും കാര്യങ്ങളൊക്കെ ഉള്ള ഈ മഹാനുഭാവൻ വഫാത്തായ സമയത്ത് ഉമ്മുൽ അലാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ എന്റെ വീട്ടിലാണ് അവിടുത്തെ ജനാസയുള്ളത്. ജനാസ ഇങ്ങനെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളുടെ അടുത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. തുണി അങ്ങ് മുഖത്ത് നിന്ന് നീക്കിയിട്ട് നെറ്റിയുടെ ഭാഗത്ത് കണ്ണിന്റെ ഇടയിൽ തങ്ങൾ ചുംബിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ തങ്ങൾ അവിടെയുണ്ട്, പോയിട്ടില്ല. ഞാൻ പറഞ്ഞു ഫശഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്. ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളോട് പറഞ്ഞൊരു ഭാഷയാണ്, ഓ ഉസ്മാൻ ഇബ്നു മൽഊൻ തങ്ങളെ, ഞാൻ നിങ്ങളെ മേൽ സാക്ഷ്യപ്പെടുത്തുന്നത് എന്റെ സർട്ടിഫിക്കറ്റ് ലഖദ് അക്രമകല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്ക് പറഞ്ഞ ഉടനെ തന്നെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു. അല്ല ഉമ്മുൽ അലായെ, നിങ്ങൾക്ക് എവിടുന്നാണ് വിവരം കിട്ടിയത് അല്ലാഹു ഈ മഹാനവറുകൾക്ക് ആദരവ് നൽകിയിട്ടുണ്ട് എന്ന വിവരം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഞാൻ ആകെ പേടിച്ചു പോയി. അന്ന് ഞാൻ തീരുമാനിച്ചു, വല്ലാഹി ലാ ഉസക്കി അഹദൻ അബദാ,
ഇനി ഒരാളെ പറ്റിയും ഞാനൊരു വിഷയവും പൂർണ്ണ അറിവ് കിട്ടാതെ ഞാൻ പറയൂല. രാവും പകലും ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം മഹാനവറുകളുടെ ആത്മീയമായ പുരോഗതിയും മുന്നേറ്റവും ഒക്കെ അറിയാം. അത് മനസ്സിലാക്കി ഞാൻ പറഞ്ഞതാണ്. ബദരീങ്ങൾപ്പെട്ട മഹാനല്ലേ, നിങ്ങൾക്ക് അള്ളാഹു ആദരവ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് എവിടുന്ന് വിവരം കിട്ടി ഉമ്മുല്ലല ഏത് പറയാൻ? അറിയുന്നതല്ലേ വിവരം പറയേണ്ടത്. ഞാനല്ലേ അള്ളാഹുമായി കൂടുതൽ അടുത്തറിവുള്ള ആള്. എന്റെ ഹാല് എന്താകുമെന്ന് എനിക്കറിയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉമ്മുല്ലല ഹബീബ്, ഞാൻ സങ്കടത്തിലായി. അന്ന് രാത്രി മഹാനവറുകളെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. കഥ പറയല്ല, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അന്ന് രാത്രി ഞാൻ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് നല്ല ഒരു തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. ആ തോട്ടത്തിന്റെ ചുറ്റുഭാഗവും നല്ല നദികൾ ഒഴുകുന്നുണ്ട്. നല്ല സന്തോഷത്തോടെ നടക്കുന്ന രംഗം കണ്ടു. എനിക്ക് തോന്നി അത് സ്വർഗമായിരിക്കും. കാരണം ഇത്ര ഭംഗിയുള്ളൊരു തോട്ടം നാട്ടിലെവിടെയും കാണൂല. ഇത്ര വിശാലതയുള്ളൊരു പൂന്തോപ്പ് എവിടെയും കാണൂല. ഇത് കണ്ട സന്തോഷത്തിൽ ഞാൻ പിറ്റേന്ന് പോയി പറഞ്ഞു, ഇന്നലെ ഞാൻ ഇങ്ങനെ കണ്ടു നബിയേ. അപ്പൊ തങ്ങൾ പറഞ്ഞു, ദാലിക അമലുഹു, അത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ അമലാണ് നിങ്ങളാ കണ്ടത്. അത് കണ്ടപ്പോഴാണ് പിന്നെ കുറച്ചൊരു സമാധാനമായത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരാളെപ്പറ്റി എന്ത് വിഷയങ്ങൾ നമ്മൾ പറയുമ്പോഴും നമുക്ക് ആ വിഷയത്തെപ്പറ്റി നല്ല കരുതൽ വേണം, നല്ല ചിന്ത വേണം. ഊഹിച്ചുകൊണ്ട് വിഷയം പറയരുത്. ധാരണ പിശകുകൾ ഉണ്ടാകരുത്. ഇയ്യാകും വല്ലന്ന ഫൈനൽ ലന്ന അക്ദബുൽ ഹദീസ്. ധരിച്ചുകൊണ്ടൊരു വിഷയം പറയരുത്. അതൊരു പക്ഷേ കളവുകളിൽ ഏറ്റവും വലിയ കളവായി മാറും. നല്ലോണം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.